വടകര കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിൽ നിക്ഷേപ തട്ടിപ്പിനിരയായി ജീവനൊടുക്കിയ ഇബ്രാഹിം ഹാജിയുടെ ബാങ്ക് ലോക്കർ ക്രൈംബ്രാഞ്ച് തുറന്നു പരിശോധിച്ചു. കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിൽ നിക്ഷേപിച്ച പണത്തിന്റെ തെളിവുകൾ കണ്ടെത്തി 22 ലക്ഷത്തിന്റെ ബോണ്ടാണ് കണ്ടെത്തിയത്. ആകാശ് തരത്തിൽ വിവരങ്ങളുമായി ചേരുന്നു. ആകാശ്, കഴിഞ്ഞ ദിവസമാണ് ക്രൈംബ്രാഞ്ച് ഇബ്രാഹിം ഹാജി താമസിച്ചിരുന്ന വടകരയിലെ വാടക വീട്ടിൽ പരിശോധന നടത്തിയത്. ആ പരിശോധനയിൽ നിന്നാണ് കാനറ ബാങ്കിൽ ലോക്കറിന്റെ ഒരു താക്കോൽ അന്വേഷണ സംഘത്തിന് ലഭിച്ചതും അതുമായി ബന്ധപ്പെട്ട് ഈ ലോക്കർ തുറക്കുന്നതിനായി ഈ അന്വേഷണ സംഘം കോടതിയെ സമീപിക്കുകയും കോടതി ഉത്തരപ്രകാരം ഇന്ന് ഉച്ചയ്ക്ക് കാനറ ബാങ്കിലെ ലോക്കർ പ്രത്യേക അന്വേഷണ സംഘം ഇബ്രാഹിം ഹാജിയുടെ മകന്റെയും ഭാര്യയുടെയും സമീപത്ത് വെച്ച് തുറക്കുകയായിരുന്നു. ഇതിൽ നിന്ന് ചെറിയ സ്വർണ്ണ ഉരുപ്പടികളും കൂടാതെ തന്നെ ഈ കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിൽ ഈ ഇബ്രാഹിം ഹാജി നിക്ഷേപിച്ച തുകയുടെ ബോണ്ടുകളും കണ്ടെത്തിയിട്ടുണ്ട്. അന്വേഷണത്തിന് ഏറെ നിർണായകമായ രേഖകളാണ് ഇപ്പോൾ ഈ ലോക്കറിൽ നിന്നും പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. കൂടാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന തെളിവുമായി ഈ രേഖകളാണെന്നാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇബ്രാഹിം ഹാജിയുടെ വീട്ടിൽ നിന്നാണ് ഈ ലോക്കറിന്റെ താക്കോൽ ഉൾപ്പെടെ കിട്ടിയത്. അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളിൽ ഈ രേഖകളും ഉൾപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. കൂടാതെ തന്നെ ഈ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന മറ്റ് നിർണായകമായ രേഖകളെ കുറിച്ചും ക്രൈംബ്രാഞ്ച് പ്രത്യേകമായി അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട നിർണായക തെളിവ് ലഭിച്ചെന്നാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് തന്നെ വ്യക്തമാക്കുന്നത്. സേതുലക്ഷ്മി. ഓക്കെ ആകാശ്, ശരി.